ഗാസയിൽ വീണ്ടും ഇസ്രയേലിന്റെ മാരക സ്ട്രൈക്ക്. വെടിനിർത്തലിന് രണ്ടാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾ പുറത്തുവരുന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇസ്രയേൽ അവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഗാസയുടെ സമാധാനം പൂർണ്ണമായും നഷ്ടമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 6 പേർ കുട്ടികളാണ് എന്നതാണ് ഇപ്പോൾ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഗാസ സിറ്റിക്ക് പടിഞ്ഞാറുള്ള ഷെയ്ഖ് റദ്വാൻ പോലീസ് സ്റ്റേഷനും ഖാൻ യൂനസിലെ ടെസ്കാറിനും എതിരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിൽ 500-ലധികം പാലസ്തീനികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മുനമ്പിൽ അവിടെ സുസ്ഥിര സമാധാനം ഉണ്ടാക്കും എന്ന ലക്ഷ്യവുമായിട്ടാണ് US പ്രസിഡന്റ് അവിടെ സമാധാനത്തിനായുള്ള ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കാൻ അതിന് രൂപം നൽകാൻ ഒരുങ്ങിയത്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം പ്രാബല്യത്തിലാകുമെന്ന സൂചനകൾ ഉയരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മാരകമായ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന ആക്രമണത്തിലാകട്ടെ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 2025 ഒക്ടോബർ 10 വെടിനിർത്തൽ അവിടെ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാരകമായ ആക്രമണങ്ങളിൽ ഒന്നാണിത്. ഗാസ സിറ്റി, അൽ മുവാസി എന്നിവിടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ അഭയാർത്ഥി കൂടാരങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനിലും ആക്രമണം നടന്നു. US മുന്നോട്ട് വെച്ച 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി തന്നെ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലുള്ളത്. അതേപോലെ തന്നെ അതിലെ ആ ഒരു വ്യവസ്ഥ പ്രകാരം ബന്ദി കൈമാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ ഹമാസ് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അവിടെ പിന്നാലെ തന്നെ ഈജിപ്തിനോട് ചേർന്ന് തന്നെ റഫ അതിർത്തി അത് തുറക്കാൻ ഇസ്രയേൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ ഹമാസിന്റെ നിരായുധീകരണം, ഗാസയിൽ നിന്ന് ഇസ്രയേലിന്റെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റം തുടങ്ങിയ വ്യവസ്ഥകളുള്ള സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം അത് നടപ്പാക്കുമെന്ന പ്രതീക്ഷ ഉയർന്നിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 509 പാലസ്തീനുകൾ മരിച്ചിരുന്നു. അതേപോലെ തന്നെ ഇസ്രായേലിന് 4 പട്ടാളക്കാരെയാണ് നഷ്ടപ്പെട്ടത്. അതിനിടെ ഇപ്പോൾ ബോർഡ് ഓഫ് പീസിൽ ചേരാനുള്ള ട്രംപിന്റെ ക്ഷണം അത് അവിടെ സ്വീകരിക്കുമോ വേണ്ടയോ എന്നതിൽ അത് തീരുമാനമെടുക്കാൻ വലിയ രീതിയിൽ സമയം വേണമെന്നതാണ് ഇപ്പോൾ 14ാം മാർപ്പാപ്പ ഇപ്പോൾ വത്തിക്കാനിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആകട്ടെ ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്ന് മറുപടിയായി തന്നെ നിരവധി ആക്രമണം അവിടെ നടത്തിയതായി തന്നെ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തെ അപലപിച്ച് ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയിൽ US ഇടപെടണമെന്ന ആവശ്യവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദിന്റെയും അവിടുത്തെ കമാൻഡർമാരെയും അവിടെ വലിയ രീതിയിൽ ആയുധപ്പുരകളും നിർമ്മാണ കേന്ദ്രങ്ങളുമാണ് ഇവർ ലക്ഷ്യമിട്ടത്. അതായത് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടതെന്നും അവർ തന്നെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ തന്നെ തകർത്തതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ അവിടെ ലംഘിക്കുകയും അതേപോലെ തന്നെ ഗാസ മുനമ്പിലും ഈജിപ്തിനും ഇടയിൽ തന്നെ റഫ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ഇത് തുറക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 70,000 പാലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നതാണ് കഴിഞ്ഞ ദിവസം മാത്രമായി തന്നെ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചത്. പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ഏറെക്കുറെ തന്നെ ശരിവെക്കുന്നതാണിതെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാണാതായവരെ കൂടാതെ തന്നെ ഏകദേശം 70,000 ഗാസ നിവാസികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.